മഹാശയ നാരായണൻ നാരദർഷിയോട് പണ്ടുര ചെയ്തത് പരമാത്ഭുതമാ ഈ ദേവി പുരാണം കേട്ടിടുന്നവൻ കൃതാർത്ഥനായി മഹാദേവിക്ക് ഏറ്റവും പ്രിയനുമായി വരൂ. നിൻ പിതാവിൻ സമുദ്ധാരണാർത്ഥ അമ്പാമഹം കൃപാ ചെയ്താലും ഖിന്നനല്ലോ നീ. പിതൃദുർഗതികൾക്ക് സ്വീകരിക്കുക നീ ദേവി മന്ത്രം സർവ ഉത്തമോത്തമം വിധിവോ സ്വീകരിച്ചതിൽ ജന്മം സഫലമായിടും. മുനിശ്രേഷ്ഠൻ വ്യാസദേവം കഥിക്കെ ജനമേ ജയ ദീക്ഷാവിധിയോടും ദേവി മന്ത്രം തൽ പ്രണവാത്മകം വ്യാസങ്ങളിൽ നിന്നും അർത്ഥിച്ചു വാങ്ങിയ വിധിപൂർവകം ധോമ്യാദിമുനിമാരെ വരുത്തി നവരാത്രി വിത്തശാഠ്യങ്ങൾ കൂടാതെ ചെയ്ത അമ്പാമകം ശ്രീദേവി തൻ മുൻപിൽ വച്ചു വിപ്രനെ കൊണ്ടു മന്നവൻ വായിപ്പിച്ചാൽ ഉത്തമമാം ദേവി ഭാഗവതം പരം സുവാസിനികൾ വിപ്രന്മാർ വടുകന്മാർ കുമാരികൾ അനാഥന്മാർ ദീനർ ഇവർക്കേകി മൃഷ്ടാന്ന ഭോജനം ദ്രവ്യവും നൽകി അവരെ സന്തോഷിപ്പിച്ചു ഭൂപതേ. യാഗമെല്ലാം കഴിഞ്ഞ് ആസ്ഥാനത്തിൽ ചെന്നിരിക്കവേ മഹദീ വീണയും വീട്ടിക്കൊണ്ട് വാ നിങ്ങൾ എന്തുടൻ കത്തും ഈ ജ്വാല പോൽ വന്നിറങ്ങി നാരദമാമുനി സസംഭ്രമം എഴുന്നേറ്റ് ആ മുനിശ്രേഷ്ഠനെ ആദരാൽ ആസനാദി ഉപചാരങ്ങൾ നൽകി പൂജിച്ചു വന്നവൻ കുശല പ്രശ്നവും ചെയ്തു ചോദിച്ചാൽ വന്ന കാരണം എങ്ങു നിന്നെഴുന്നള്ളി സാധോ വേണ്ടതിനെന്തുവാൻ സനാഥൻ ഞാൻ കൃതാർത്ഥൻ ഞാൻ അങ്ങിങ്ങെത്തിയ കാരണം ഏവം ഭൂപാലവാക്യം കേട്ട് ഓതിനാൻ ഒരു സത്തമൻ കണ്ടേനൊരാക്ഷരമെന്നു ദേവി ലോകത്തിൽ ഞാൻ അതങ്ങയോടോതുവാൻ ഞാൻ അണഞ്ഞ വിസ്മയത്തോടും കർമ്മം പിഴച്ചു ഗതികേടാർന്ന നിന്നച്ഛന നൃപൻ ദിവ്യരൂപം ധരിച്ചുകൊണ്ടെന്ന് പെട്ടെന്നു തന്ത്രിപ ശ്രേഷ്ഠമായ വിമാനത്തിൽ അപ്സരോ ദേവവര്യരാൽ മുതാ വാഴ്ത്തപ്പെട്ടവനായി മണിദീപ ദേവി ഭാഗവതം കേൾക്കയാലും അമ്പാമകം ഭവാൻ ചെയ്യുകയാലും അണഞ്ഞ നിൻ താതൻ സൽഗതി നിശ്ചയം ധന്യൻ നീ കൃതകൃത്യൻ നീ സഫലം നിന്റെ ജീവിതം നരകത്തിൽ നിന്നു നീ ഉദ്ധരിച്ചത് താതനെ വിണ്ണിലും നിൻ പുകഴ്ചാർത്തു പറന്നു കുലഭൂഷണ. ആ വാക്കുകേട്ടാശുഭൂപൻ ഭക്തി ഗർഗതപൂർവകം കുമ്പിട്ടാൽ അത്ഭുതാത്മാവം വ്യാസന്തൻ പാദതാരിണ ഹരേ നിന്നനുഗ്രഹമെന്നാൽ താൻ ധന്യനായി നിന്ന അനുഗ്രഹം ഒന്നാൽ താൻ ധന്യനായി ഞാൻ മഹാമുനേ നമിക്കയെന്നെ മറ്റെന്ത് പകരം ചെയ്തിടേണ്ടതൊന്ന് അനുഗ്രഹിക്കണമെന്നേ അങ്ങുന്നെന്നും കൃപാനിധേ. ഭൂപനേവ കഥിച്ചപ്പോൾ ആശീർവാദം ശ്രേഷ്ഠമാം വാക്യം ഈ വണ്ണം ചൊന്ന ശ്രീമാതനായണ രാജൻ സർവം ഉപേക്ഷിച്ചു ദേവി പാദം ഭജിക്ക നീ. പഠിച്ചാലും ഭക്തിപൂർവം ദേവി ഭാഗവതം പഠിച്ചാലും നമ്മളോട് പറയുന്ന അഭ്യാസം എന്താണ്?
പഠിച്ചാലും ദേവി ഭാഗവതം ഭക്തിപൂർവകം സദാ അമ്പായജ്ഞവും ഔവണ്ണം ചെയ്താലും മടിയന്നിയെ അയജ്ഞം ഭവബന്ധത്തിൽ നിന്നേവ മുക്തനാവുക. ഈ ഭവബന്ധത്തിൽ നിന്നും മുക്തനാകുക ശ്രീമൽ ദേവി ഭാഗവതം ഉപാസിക്കേ. അമ്പായജ്ഞം മറ്റു പുരാണങ്ങളുണ്ട് വിഷ്ണു രുദ്രാത്മകങ്ങളായി. അവയൊന്നും ഇതിൽ ഷോഡശാംശത്തോളവുമായി വരാ സാക്ഷാത് മൂലപ്രകൃതൻ പ്രതിപാദനാകമായി പ്രതിപാദനം ആകയാൽ ഇതു വേദപുരാണങ്ങൾക്കൊക്കെ സാരഭൂതമായി. പുരാണം അന്യം ഇതിനു സമമാവുന്നതെങ്ങനെ? വേദോപമം പുണ്യമുണ്ടാ ഇത് വായിക്കയാൽ വിദ്വാൻമാർ എത്രയൊക്കെ ഇത് നിത്യം പഠിക്കണം. ഏവം ഭൂപാലനോടോതി ഗമിച്ചു മുനിപുങ്കവൻ യഥാസ്ഥാനം ഗമിച്ച ആ ധൗമ്യാദിമുനിവര്യരും പ്രശംസിച്ചാൽ സർവരും ഈ ദേവി ഭാഗവതത്തിലോ ദേവി ഭാഗവതം തന്നെ വായിച്ചു കേട്ടു രാജ്യം ഭരിച്ച സദാ സന്തുഷ്ടചിത്തനായി. പരീക്ഷുദ്ധരണം 13-ാം അധ്യായം സമാപ്തം. ഓം ശ്രീ മഹാദേവി നമഃ. സുഹൃത്തുക്കളായ സജ്ജനങ്ങൾ, നീണ്ട 10 ദിനം നമ്മളിവിടെ ലളിത സഹസ്രനാമ ജപത്തോടെ ദേവി ഭാഗവതം പാരായണം ചെയ്തു തുടങ്ങി. ഇനിയും ഓരോ അധ്യായത്തോടുകൂടി ദേവി ഭാഗവതം ഇവിടെ പൂർണ്ണമായി ഭഗവതിയുടെ പാതാരബന്ധത്തിൽ സമർപ്പിക്കുകയാണ്.